أعوذ بالله من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يا من مررت على حروف محمد احذر تمر على الحروف بخيلا زد وردد صلاة الله واتلو سلامه أكرم لسانك بكرة وأصيلا صلى الله عليه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الحمد لله على كل حال ونعوذ بالله من حال أهل النار. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന് എല്ലാ മേഖലയിലും പാലിച്ച് ജീവിക്കണമേ എന്ന ആമുഖമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ വിശ്വാസിയും ഏറെ ഇഷ്ടപ്പെടുന്ന, സ്വന്തം നഫ്സിനേക്കാൾ അവനെ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. ആ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വങ്ങൾ, 10 മഹത്വങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ധാരാളം മഹത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 10 ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിലൊന്ന് പഠിപ്പിച്ചത് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി 10. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി 10, അവൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ധാരാളം കാലമായി കേൾക്കുന്നുണ്ട് സ്വലാത്ത് ചെല്ലുക. റബ്ബ് നമ്മുടെ മേൽ സ്വലാത്ത് ചെല്ലുമെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ സ്വലാത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് പല അർത്ഥങ്ങൾ കൊടുത്തു. ഒന്ന് പണ്ഡിതന്മാർ പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി തരും. ഇല ജന്നത്തിൻ വറഹ്മത്തിൻ വാസിഅ, വിശാലമായ റബ്ബിൻ്റെ കാരുണ്യം തുറന്നു തരുമെന്ന്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിലെ 43-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ വകാന ബിൽമുഅ്മിനീന റഹീമാ. ഹുവല്ലദീ യുസല്ലി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, അതായത് കരുണ ചൊരിയുന്നു. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, മലക്കുകളും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, മലക്കുകൾ നമുക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ, നിങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന്. വകാന ബിൽ മുഅ്മിനീന റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അങ്ങേയറ്റം കരുണയുള്ളവനാകുന്നതെന്ന്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പം അയ്യുദ്കറ ഇസ്മുക ഫീ മലകൂത്തിൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലകൂത്തുൽ അഅലയിൽ, ഉന്നത സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേര് പരാമർശിക്കുമെന്നാണ്. അതേപോലത്തെ ആകാശത്തുള്ള ആളുകളെടുത്ത് അല്ലാഹു സുബ്ഹാന അയ്യകൂന ലക സനാഉ ഫി സമാവാതി, അല്ലാഹു സുബ്ഹാന നമ്മളെക്കുറിച്ച് പ്രശംസിച്ച് അവിടെ പറയുമെന്നുള്ളത്. എന്താണ് കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലി എന്നത് കാരണത്താൽ. അത്രയും മലക്കുകളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന വ്യക്തി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ച് പറയും. അതാണ് അല്ലാഹു സ്വലാത്ത് ചൊല്ലും എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയ ഹദീസിൽ പറഞ്ഞത്, ഒരു പ്രാവശ്യം നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലകൂത്തുൽ അഅലയിൽ നമ്മുടെ പേരെടുത്ത് പറയുമെന്നാണ്. നമ്മൾ ഇവിടെ ചിന്തിച്ചു, ഒരു 4 ആൾ ഇരിക്കുന്നിടത്ത് ഒരാൾ നമ്മളെ പേരെടുത്ത് നല്ലത് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. എന്നാൽ മലക്കുകളുടെ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യം. എന്താണ് കാരണം? ഒരു പ്രാവശ്യം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത് കാരണത്താൽ. ഹദീസിൽ പറഞ്ഞത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10 പ്രാവശ്യം റബ്ബ് അവിടെ പറയുമെന്നുള്ളതാണ്. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു പ്രാവശ്യം റബ്ബ് നമ്മെക്കുറിച്ച് അവിടെ പറയുന്നതാണെങ്കിൽ അത് തന്നെ മതിയായതാണ്. പക്ഷെ റബ്ബിൻ്റെ ഓഫർ അതിലും വലുതാണ്.
ഒരു പ്രാവശ്യമാണ് ചെല്ലാൻ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി അശറ 10 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് അവിടെ പറയുമെന്നുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളൊരു നബിയല്ല, നമ്മളൊരു മലക്കല്ല. പക്ഷെ നമുക്കുണ്ടായ പ്രത്യേകത എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് അവൻ്റെ മലക്കൂത്തുൽ ആലി 10 പ്രാവശ്യം സ്വലാത്ത് ചെല്ലുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് പറയാൻ മടിക്കുന്നവന് നഷ്ടപ്പെടുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്? ഒരു ദിവസം 100 പ്രാവശ്യം സ്വലാത്ത് ചെല്ലുന്നവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? 1000 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കൂത്തുൽ ആലിൽ നമ്മെക്കുറിച്ച് പറയുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ദുകിർതു ഇൻദഹു ഫല്യുസല്ലി അലൈഹി, എൻ്റെ പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ട് എങ്കിൽ അവൻ സ്വലാത്ത് ചെല്ലട്ടെ. വമൻ സല്ല അലയ്യ മറത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചെയ്യുക സല്ലല്ലാഹു അലൈഹി അശ്റ, 10 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമ്മുടെ പദവികൾ ഉയർത്തിത്തരുമെന്നുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി 10 സ്വലവാത്ത് വഹത്ത അൻഹു 10 സയ്യിആത്ത് വറുഫിഅത് ലഹു 10 ദറജാത്ത്. 3 കാര്യങ്ങൾ 10 പ്രാവശ്യം ചെയ്യുമെന്ന്. ഒന്ന്, ഒരു പ്രാവശ്യം സ്വലാത്ത് ചെയ്താൽ 10 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് അവിടെ പറയുമെന്നത്. രണ്ടാമത് വഹത്ത അൻഹു 10 സയ്യിആത്ത്, നമ്മുടെ 10 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മയക്കുമെന്നുള്ളത്. വറുഫിഅത് ലഹു 10 ദറജാത്ത്, 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിത്തരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്, ഇങ്ങനെ പറയുന്ന അത് നമ്മൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ അതിൽ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ എത്ര പണി നമുക്ക് വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന സമയത്ത് സ്വലാത്ത് ചില 1 സെക്കൻഡ് 2 സെക്കൻഡ് പോലും നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതിൽ പോലും പിശുക്ക് കാണിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്ന ചില്ലറയല്ല. അതേപോലെ തന്നെ ഈ പ്രതിഫലങ്ങൾ പറഞ്ഞതിൻ്റെ പിന്നിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചെല്ലുന്നത്. അതായത് റബ്ബിൻ്റെ കാരുണ്യം ഇറങ്ങുന്നുണ്ട്, മലക്കുകൾ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മതിയായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്ന എന്തിനാണ്? നമ്മളാണ് ആവശ്യക്കാർ. നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടണം, നമ്മുടെ പദവികൾ സ്വർഗത്തെ ഉയർത്തി കിട്ടണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പ്രതിഫലം ഇതിന് നൽകുന്നത്. മൂന്നാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമ്മുടെ ടെൻഷനുകൾക്കുള്ള ഒരു മരുന്നാണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അതേപോലെ മഗ്ഫിറത്തുൽ ലിദ്ദുനൂബ്, പാപങ്ങൾ പുറത്ത് കിട്ടാനും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് ഇമാം തുർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അവസാന സമയത്ത് നിന്ന് നമസ്കരിക്കും. എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഉദ്കുറുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ജാഅത്തിർ റാദിഫതു തത്ബഉഹ റാദിഫ, അന്ത്യനാളിൻ്റെ സമയം എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാഹളത്തിൽ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്ത് വരാനായിട്ടുണ്ട്. ജാ അൽ മൗതു ബിമാ ഫീഹി, ജാ അൽ മൗതു ബിമാ ഫീഹി, ആ ഊത്ത് വന്നാൽ അതിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോകും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഇന്നി ഉക്സിറു സ്വലാത്ത് അലൈക, പ്രവാചകരെ ഞാൻ താങ്കളുടെ പേരിൽ നിങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ എത്രയാണ് സ്വലാത്ത് ചെല്ലണം, എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ എത്ര സ്വലാത്ത് ചെല്ലണമെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. നന്മകൾ ചോദിച്ചറിഞ്ഞിരുന്നു അവർ, കൂടുതൽ അടുക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന അത്ര നീ സ്വലാത്ത് ചൊല്ലിക്കോളൂ. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, ഖുൽതു അർറുബു, 4/1 ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൻ ലക, നീ ഉദ്ദേശിക്കുന്ന അത്ര നിനക്ക് സ്വലാത്ത് ചൊല്ല, എന്നെ നീ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അതാണ് ഖൈർ എന്ന്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്ന, ഖുൽതു അന്നിസ്, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പകുതിയും സ്വലാത്ത് ചൊല്ലട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പഠിപ്പിക്കുന്നത്, മാ ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൻ ലക, നീ ഉദ്ദേശിക്കുന്ന അത്ര നിനക്ക് ചെല്ലാം, നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഖൈർ എന്ന്. വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, ഖുൽതു ഫസ്സുലുസീൻ, 2/3 ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടിയാണ് നൽകി, മാ ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈർ, നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഖൈർ. എന്നിട്ട് അപ്പം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, പ്രവാചകരെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ
നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ഞാൻ ചൊല്ലാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദൻ തുക്ഫാ ഹമ്മക് വയുഗ്ഫറു ലക ദംബക്, എങ്കിൽ നിൻ്റെ ടെൻഷനൊക്കെ അതിൽ മാറിക്കിട്ടും. വയുഗ്ഫറു ലക ദംബക്, നിൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ മഹത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വലാത്തുകൾ, നമ്മുടെ പ്രാർത്ഥന നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നമ്മൾ പല കാര്യങ്ങളും ചോദിക്കാം, റബ്ബേ ഇന്നത് നൽകണേ, ഇന്നത് നൽകണേ, ഇന്നത് നൽകണേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി നമ്മൾ ചോദിക്കാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. അതേപോലത്തെ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ഏറ്റവും 2 വലിയ കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് പറയാം, തുക്ഫ ഹമ്മക്, ടെൻഷൻ അവിടെ പോയി കിട്ടും. വയുഗ്ഫറു ദംബക്, പാപങ്ങൾ പുറത്ത് കിട്ടും. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, കിഫായത്തുൽ ഹം, നമ്മുടെ ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ജീവിതമാണ്, ടെൻഷൻ ഇല്ലാതെ. പല ടെൻഷൻ, രോഗം ആലോചിച്ചിട്ട്, അതേപോലെ കടബാധ്യതകൾ ആലോചിച്ചിട്ട്, കല്യാണക്കാര്യം ആലോചിച്ചിട്ട്, ഇതൊക്കെ ടെൻഷനാണ്. ഇതൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു വഴിയാണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അപ്പോൾ ദുനിയാവിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു വഴിയാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് സ്വലാത്ത് ചെല്ലുക എന്ന്. അതേപോലെ തന്നെ നമ്മൾ ആഖിറത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ പാപങ്ങൾ പുറത്തു കെട്ടുക എന്നുള്ളത്. അവിടെ എത്തിയിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവും ഈ സ്വലാത്തിലൂടെ നമുക്ക് കിട്ടുകയാണ്, പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുക. പിന്നെ പലപ്പോഴും പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, പ്രാർത്ഥന മുഴുവൻ സ്വലാത്താക്കിയാൽ പിന്നെ ഞാൻ എങ്ങനെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്, ഒരു ഭരണാധികാരിയത്തെ പോകുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുക. അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രതിഫലങ്ങൾ പറഞ്ഞത്. അപ്പം റബ്ബ് ഇഷ്ടപ്പെടുന്നത് വഴിയിലൂടെ നമ്മൾ റബ്ബിലേക്ക് അടുക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. 2 ആളുകൾ, ഒരാൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹു ഇന്നത് നൽകണം, ഇന്നത് നൽകണം, ഇന്നത് നൽകണം എന്നുള്ളത്. മറ്റേ മനുഷ്യൻ മുഴുവൻ സമയവും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 2 ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. പക്ഷേ റബ്ബ് ഒരേപോലെ ആയിരിക്കില്ല ഉത്തരം നൽകുക. റബ്ബ് ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ ആരാണോ റബ്ബിലേക്ക് അടുക്കുന്നത് അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 4-മതായി പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുമെന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അതേപോലെ നിങ്ങൾ പറയുക, സുമ്മ സല്ലു അലയ്യ, എന്നിട്ട് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക, ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരിൽ 10 പ്രാവശ്യം സ്വലാത്ത് ചെല്ലുമെന്നുള്ള. സുമ്മ സലുല്ലാഹ ലിയൽ വസീല, അള്ളാഹുവോട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കുക. അത് ഫൈനഹ മൻസിലത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു പദവിയാണ്. ലാ തൻബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ, അള്ളാഹുവിൻ്റെ ഒരു അടിമക്ക് മാത്രമാണ് അത് ലഭിക്കുക. വഅർജു അൻ അകൂന അന ഹുവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫമൻ സഅലല്ലാഹ ലിയൽ വസീല ഹല്ലത്ത് അലൈഹി ശഫാഅ, ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലത്തിന് തേടിയാൽ അവന് ഞാൻ ശഫാഅത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അപ്പോൾ ബാങ്കിൻ്റെ സുന്നത്തുകൾപ്പെട്ട ബാങ്ക് കേൾക്കുക, അതിന് ഉത്തരം നൽകുകയും ശേഷം പ്രാർത്ഥിക്കുകയും സ്വലാത്ത് ചെല്ലുകയും ചെയ്യുക എന്നുള്ളത്. 5-മതായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ആരാണോ സ്വലാത്ത് ചെയ്യുന്നത് അവരുടെ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഇമാം നസായിയും അതേപോലെ അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർദി യുബല്ലിഗൂന മിൻ ഉമ്മത്തി അസ്സലാം, അള്ളാഹുവിന് ഭൂമിയിലൂടെ കറങ്ങുന്ന മലക്കുകളുണ്ട്, അവർ എൻ്റെ അടുക്കലേക്ക് സലാം എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. 6-മതായി പഠിപ്പിക്കുന്ന തഹാറത്തു മിനൽ ലഗ്വിൽ മജ്ലിസ്, നമ്മളൊരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത്
പലപ്പോഴും പല ഗീബത്തൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അത് പുറത്തു തരാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ ഖഅദ ഖൗമുൻ മഖഅദൻ ലാ യദ്കുറൂന അല്ലാഹ ഫീഹി വയുസല്ലൂന അലൻ നബി ഇല്ലാ കാന അലൈഹിം ഹസ്റതൻ യൗമൽ ഖിയാമ വഇൻ ഉദ്ഖിലു അൽ ജന്നത ലിസ്സവാബ്. അതായത് ഒരു കൂട്ടം ആളുകൾ അവർ ഇരുന്നിട്ടുണ്ട്, റബ്ബിനെ ഓർത്തിട്ടില്ല ആ സദസ്സിൽ. അതായത് പല വർത്തമാനങ്ങളും അവർ നടത്തുന്നുണ്ട്, റബ്ബിനെ ഓർക്കാത്തൊരു സദസ്സാണ്, സ്വലാത്ത് ചെല്ലാത്തൊരു സദസ്സാണ് എങ്കിൽ ഇല്ലാ കാന അലൈഹിം ഹസ്റതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർ ഖേദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. വൈൻ ഉദ്ഖിലു അൽ ജന്നത ലിസ്സവാബ്, മറ്റ് കർമ്മങ്ങൾ കൊണ്ടൊക്കെ അവർ സ്വർഗത്തിൽ കയറിയാലും അന്ന് ഞാൻ സ്വലാത്ത് ചൊല്ലിയിരുന്നില്ലല്ലോ, അതിൽ ഞാൻ റബ്ബിനെ ഓർത്തിരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഖേദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കഫാറത്തുൽ മജ്ലിസ്, ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത്, എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. കാരണം എന്തിനാണ് ആ പ്രാർത്ഥന പഠിപ്പിച്ചത്? എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാൻ വേണ്ടിയാണ്. ഏഴാമതായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന സബബുൻ ഫി ഇജാബത്തി ദുആ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണം കൂടിയാണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ഹത്താ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിവായത്തിൽ കാണാം, എല്ലാ പ്രാർത്ഥനകളും ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുക ഏതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതുവരെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് ഒന്ന് സ്വലാത്ത് കൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥന തുടങ്ങുക എന്നുള്ളത്. എന്താവശ്യത്തിന് നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സ്വലാത്ത് കൊണ്ട് നമ്മൾ തുടങ്ങുക. മറ്റൊരു മർത്തബ യഖ്തിമ ബിസ്സലാത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുടെ അവസാനത്തിൽ സ്വലാത്ത് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. മറ്റൊന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഹംദും സനാവും, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥന തുടങ്ങുക, എന്നിട്ട് സ്വലാത്ത് ചൊല്ലുക. അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ചെയ്യുക. അതാണ് പൂർണ്ണ രൂപമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എട്ടാമതായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സ്വലാത്ത് ചെല്ലാത്തവന് പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വലാത്ത് ചെല്ലുന്ന ആൾക്ക് അങ്ങനെയുള്ള ഒരു വിശേഷം ലഭിക്കുകയില്ല എന്നുള്ളത്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു വലം യുസല്ലി അലൈഹി, പിശുക്കൻ എന്ന് പറയുന്നത് എൻ്റെ പേര് അവൻ കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ ഖുത്ബയിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുന്നു, അതിനൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഒമ്പതാമതായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയ, മൻ നസിയ സ്വലാത്ത് അലയ്യ ഖതിഅ ത്വരീഖൽ ജന്ന, ആരെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് മറന്നിട്ടുണ്ട് എങ്കിൽ ഖതിഅ ത്വരീഖൽ ജന്ന, സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് അവൻ തെറ്റിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പം നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. പത്താമതായിട്ട് പണ്ഡിതന്മാർ പഠിക്കും സബബുൽ ലിൽ ബറക, ബറക്കത്ത് ലഭിക്കാനുള്ള കാരണമാണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അതായത് നമ്മൾ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊക്കെയുള്ള മഹത്വം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂടുതൽ നമുക്ക് പ്രാർത്ഥനകളിൽ നമസ്കാരങ്ങൾ ആസ്വാദനം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത്. ഇത്രയും പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ അടുത്ത രണ്ടാമത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞത് ഇഖ്ലാസോടുകൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക എന്നത്, ഷിർക്കില്ലാതെ ഓരോ കർമ്മവും ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് പഠിപ്പിച്ചു തന്നത് ഇത്തിബാഉ സുന്ന,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തോ ഇബാദത്തുകളുടെ വിഷയത്തിൽ അതനുസരിച്ച് ചെയ്യുമ്പോഴേ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. നമ്മൾ മനസ്സിലായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിലാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, ഇത് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ ഇതൊക്കെ കേൾക്കണം, അറിയണം. നമ്മൾ കേട്ടൊരു കാര്യം ഇതിൻ്റെ മഹത്വം അവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ഇത് ചെയ്യുന്നത് എത്ര കാലം അവർ ഇത് ചെയ്യുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ദീനി വിഷയത്തിൽ എന്ത് നമുക്ക് ലഭിക്കുന്നു അത് നമ്മൾ അവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളിലും അത് ഈ വിഷയത്തിൽ മാത്രം ദീനിൻ്റെ എന്തൊക്കെ വിഷയമുണ്ടോ അതൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ പ്രത്യേകം മക്കളെ പറയാൻ. കാരണം ഇന്ന് പലപ്പോഴും മക്കൾ വഴിതെറ്റിയിട്ടാണ് രക്ഷിതാക്കൾ ടെൻഷൻ അടിക്കുന്നത്, സമാധാനമില്ലാതെ ജീവിക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മളിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയത്തിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പലപ്പോഴും അവർ പ്രയാസം പറയാറുണ്ട്. എന്താണ് കാരണം നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാം, ചെറിയ പ്രായത്തിൽ നമ്മൾ അവർക്ക് നൽകേണ്ട മതവിദ്യാഭ്യാസം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ലിബറലിസത്തിന് ഇതിൻ്റെയൊക്കെ കാലത്ത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവർക്ക് വേണ്ട കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ഗേൾസ് കോൺഫറൻസ് വരുന്നുണ്ട്. ഈ വരുന്ന 27-ാം തീയതി മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം നടക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ കാര്യം അവർക്ക് ഇതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നൽകുക എന്നുള്ളത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുടെ മക്കളെ പെൺമക്കൾക്കുള്ള ഒരു പ്രോഗ്രാമാണ്, അവരെ അവിടെ എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മദ്രസ അധ്യാപകന്മാർക്ക് വേണ്ടി നമ്മുടെ ഈ പള്ളിയിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്ന ധാരാളം അധ്യാപകന്മാർ നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ്. അവരിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് വീട് നിർമ്മിക്കുന്ന ഒരു പദ്ധതി നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ പള്ളിയിൽ കളക്ഷൻ നടന്നിട്ടുണ്ട്. ഏകദേശം 14 വീടുകളോളം ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. 26 വീടുകളുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പള്ളിയുടെ കളക്ഷൻ ആ ഒരു വിഷയത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ആ ഒരു നമ്മൾ ഉദാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ സംഭാവന നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഫഅക്സിറു ഫീഹി സ്വലാത്തി അലയ്യ, എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ മഗ്രിബ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രവാചക ശരി അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.